കുവൈറ്റ് ദുരന്തത്തിൽ കണ്ണൂർ ജില്ലയിലെ ഒരാളുടെ മരണം കൂടി സ്ഥിരീകരിച്ചു. പെരിങ്ങോം വയക്കരയിലെ കെ നിതിൻ മരിച്ച വിവരം ബന്ധുക്കൾക്ക് ലഭിച്ചു. ധർമ്മടം സ്വദേശി വിശ്വാസ് കൃഷ്ണൻ മരിച്ച വിവരം നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. കാസർഗോഡ് ജില്ലയിലെ 2 പേർക്കും നാടിനെ നടുക്കിയ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായി. 27 വയസ്സുകാരനായ കണ്ണൂർ പെരിങ്ങോം വയക്കരയിലെ നിതിൻ മരിച്ച വിവരം ഇന്ന് ഉച്ചയോടെയാണ് കുടുംബം അറിയുന്നത്. എല്ലാ ദിവസവും വീട്ടിലേക്ക് വിളിക്കാറുണ്ടായിരുന്ന നിതിൻ ഇന്നലെ വീട്ടിലേക്ക് വിളിച്ചില്ല. കുവൈറ്റിലെ മറ്റു ബന്ധുക്കളെ വിളിച്ച് അന്വേഷിച്ചതിനു ശേഷമാണ് മരണം സ്ഥിരീകരിച്ചത്. കണ്ണൂർ ധർമ്മടം സ്വദേശി വാഴയിൽ വീട്ടിൽ കൃഷ്ണന്റെ മകൻ വിശ്വാസ് കൃഷ്ണന്റെ മരണവും നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. കുവൈറ്റിലെ തീപിടുത്തത്തിൽ 2 കണ്ണൂർ സ്വദേശികളാണ് മരണപ്പെട്ടത്. 2 കാസർഗോഡ് ജില്ലക്കാരായ പ്രവാസികൾക്കും ദുരന്തത്തിൽ ജീവൻ നഷ്ടമായിട്ടുണ്ട്. തൃക്കരിപ്പൂർ സ്വദേശി കേളു പന്മലേരിയുടെ കുടുംബം മരണവാർത്തയറിഞ്ഞ വിറങ്ങലിലാണ്. വൈകിട്ട് 6 മണിയോടുകൂടിയാണ് കൺഫേം ആയത്. രാവിലെ ഇങ്ങനെ സംശയം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ ഫ്ലാറ്റിലാണ് താമസിച്ച ക്യാമ്പിലാണ്, ലേബർ ക്യാമ്പിലാണ് തീപിടുത്തം എന്നുള്ളൊരു സൂചന രാവിലെ ഉച്ചയോടെ ഉണ്ടായിരുന്നു. പക്ഷേ കൺഫേം ആയത് ഇദ്ദേഹം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് കൺഫേം ആയത് വൈകിട്ടോടെയാണ്. ഒരു 6 മണിയോടെ അനൗദ്യോഗികമായിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ, കുവൈത്തിലുള്ള സുഹൃത്തുക്കൾ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ പേര് കാണുന്നുണ്ട്, ഇങ്ങനെ അനൗദ്യോഗികമായി പെട്ട ലിസ്റ്റിൽ പേര് കാണുന്നുണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു. കുടുംബത്തിൻ്റെ പ്രതീക്ഷകൾ അസ്തമിച്ച വേദനയിൽ കണ്ണീരിലാണ് മരിച്ച ചെർക്കള സ്വദേശി രഞ്ജിത്തിൻ്റെ നാട്. വളരെ പാവപ്പെട്ടൊരു കുടുംബമാണ്. അച്ഛൻ രവീന്ദ്രൻ നിർമ്മാണ തൊഴിലാളിയായിരുന്നു. മറ്റേ തേപ്പിൻ്റെ പണിയായിരുന്നു. അദ്ദേഹം ഒരു അറ്റാക്ക് വന്ന് ആ പണിക്ക് പോകാതിരുന്നു. അമ്മ തൊഴിലുറപ്പിൻ്റെ പണിക്ക് പോവുകയാണ്. ദിവസം രാവിലെയും വൈകുന്നേരം അമ്മയെ അച്ഛനെയും വിളിക്കും. പക്ഷേ ഇതൊരു വലിയ നഷ്ടമാണ് ആ കുടുംബത്തിന്. ആ കുടുംബത്തിൻ്റെ ഒരു തണലാണ് ഇപ്പോൾ അസ്തമിച്ചിരിക്കുന്നത്. തീകോളം വിഴുങ്ങിയത് നാടിൻ്റെയും വീടിൻ്റെയും പ്രതീക്ഷയും സ്വപ്നങ്ങളും. ഒരു വാർത്ത, ഒരു നാട് അങ്ങനെ തന്നെ വിറങ്ങലിച്ചു പോയി. ഒന്നും സംഭവിക്കരുതേ എന്നായിരുന്നു പ്രാർത്ഥന. എന്നാൽ പ്രാർത്ഥനയും ഫലം കണ്ടില്ല. റിപ്പോർട്ടർ അർജുൻ കല്യാൺ, റിപ്പോർട്ടർ, കാസർഗോഡ്.